ജീവിതത്തിൽ ആൺതുണ ഇല്ലെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ സന്തുഷ്ടരെന്ന് പഠനം. പങ്കാളിയില്ലാത്ത സ്ത്രീകളുടെ ജീവിതം പൂർണ്ണമായും ഒറ്റപ്പെട്ടതാണെന്നും അവർ വിഷമകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് സമൂഹത്തിന്റെ ചിന്താഗതി. വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരമ്മയായാൽ മാത്രമാണോ സ്ത്രീജീവിതം പൂർണ്ണമാകുന്നത്? പ്രായപൂർത്തിയായാൽ ചോദ്യങ്ങൾ തുടങ്ങും. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? കല്യാണമൊന്നും ആയില്ലേ? ഇനി കല്യാണം കഴിച്ചാലോ? കുട്ടികളൊന്നും ആയില്ലേ ഇതുവരെ? ഇനി കുട്ടികളാവാൻ വൈകിയാലോ? ഡോക്ടറുടെ നമ്പർ വരെ നൽകും. 30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലിട്ട് ട്രോളുകൾ വരെ ഉണ്ടാക്കുന്ന കാലം. പക്ഷേ സിംഗിളായി ജീവിക്കുന്നവർ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സിംഗിളായി ജീവിക്കുന്ന സ്ത്രീകൾ സിംഗിളായ പുരുഷന്മാരെക്കാളും പങ്കാളികളുള്ളവരെക്കാളും സന്തുഷ്ടരാണെന്ന് സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നു. സിംഗിളായി ജീവിക്കുന്ന സ്ത്രീകൾ അവരുടെ റിലേഷൻ സ്റ്റാറ്റസ്, ലൈംഗിക അനുഭവങ്ങൾ, പ്രധാനമായും അവരുടെ ജീവിതത്തിലും വളരെയധികം സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം കുറവാണെന്നും പഠനങ്ങൾ പറയുന്നു. പങ്കാളികളുള്ള വ്യക്തികളുടെ അനുഭവങ്ങൾ കൂടി പരിഗണിച്ചാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത്. 2020-നും 2023-നുമിടയിൽ നടത്തിയ 10 പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ഗവേഷകർ പുതിയ പഠനത്തിനായി ശേഖരിച്ചു. കൂടാതെ ഡാറ്റ കളക്ഷന്റെ സമയത്ത് പ്രണയബന്ധങ്ങളിലല്ലാതിരുന്ന 5491 പേരെയും പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ വേർതിരിച്ചാണ് സാമ്പിളുകൾ എടുത്തത്. 18-നും 75-നുമിടയിൽ പ്രായമുള്ളവരെയാണ് പഠനവിധേയമാക്കിയത്. 30കളിലെത്തിയ സ്ത്രീകൾ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിക്കാൻ തുടങ്ങിയെന്നാണ് അടുത്ത സമയത്ത് നടന്നൊരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടത്. പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള, വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ എത്തുമ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതം ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പല സ്ത്രീകളും തീരുമാനമെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സമൂഹത്തിൽ അവർ ചുറ്റും കാണുന്ന പല കാഴ്ചകളിൽ നിന്ന് തന്നെയായിരിക്കാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു പ്രായത്തിലാണ് പലപ്പോഴും കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ് ഇടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഒരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ കരിയറിനെ പല സമയത്തും സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ജീവിതം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പലരും തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്ന പല കുടുംബ ബന്ധങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് ഡിവോഴ്സ് കേസുകൾ നടക്കുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കാണേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന് ചെലവഴിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാമൂഹിക അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. സ്വന്തം സാലറി വരുന്ന അക്കൗണ്ടിന്റെ ATM കാർഡ് പോലും കണ്ടിട്ടില്ലാത്ത സ്ത്രീകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം എന്ന രീതിയിലൊക്കെ ചിന്തിക്കാനും അങ്ങനെ ആ രീതിയിലേക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനും പലരും തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വന്തം തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ വേറൊരാൾ ആ സമയത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ തീരുമാനമെടുക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാരായിട്ടുള്ള ജോലിക്ക് പോകുന്ന സ്ത്രീകളോടൊക്കെ സംസാരിച്ചാൽ അറിയാം, അവർ ഒരുപാട് രീതിയിലുള്ള സ്ട്രെസ് ഈ 2 ജോലിയും കൂടെ ഒരുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള സ്ട്രെസ് ഒക്കെ കാണുമ്പോൾ തന്നെ അങ്ങനെ ഈ 2 രീതിയിലും കൂടി ബെസ്റ്റ് ആവാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നും ചിന്തിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയൊക്കെ വളരെയധികം ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും പലപ്പോഴും സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ മനുഷ്യൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്.